ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് ട്രിപ്പിൾ വൺ ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത്, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുമായിട്ട് നിങ്ങളിപ്പോൾ ഒരു അകന്നു നിൽക്കുന്ന അവസ്ഥയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഇപ്പോഴും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിങ്ങനെ അവോയ്ഡ് ചെയ്ത് മാറ്റി നിർത്തിയിരിക്കുകയാണോ? ചിലവരുടെ കേസിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കാം റീസൺ, ചിലവരുടെ കേസിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല എന്തുകൊണ്ടാണ് ഇവർ ഇപ്പോഴും നിങ്ങളെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പൊ അങ്ങനെ ആ ഒരു സാഹചര്യത്തിൽ നമ്മളിപ്പോൾ നോക്കുന്നത് എന്തുകൊണ്ടാണ് ഈ ഒരു വ്യക്തി ഇപ്പോഴും നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് പ്രത്യേകിച്ച് ആക്ഷൻസോ കാര്യങ്ങളോ ഒന്നും എടുക്കാതെ നിങ്ങളെ ഇങ്ങനെ മാറ്റി നിർത്തിയിരിക്കുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ അവരുടെ മനസ്സിലുള്ള ആ ഒരു കാരണം എന്നുള്ളതാണ്. ഇനിയിപ്പോ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും അതിലൊക്കെ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ടോ, എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ, ഇതൊക്കെ നമുക്കൊന്ന് നോക്കാം. അപ്പൊ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല. റെസനേറ്റ് ആകുന്നവർ ഞാനിതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങളെ ലൈഫിലേക്ക് കണക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങൾക്ക് മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് ആയിട്ട് എടുക്കാവുന്നതാണ്. ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ജനറൽ റീഡിംഗ് ആണ്. വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒരു പേഴ്സണൽ റീഡിംഗ് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അതിലൂടെ നല്ലൊരു ക്ലാരിറ്റിയും നല്ലൊരു ഗൈഡൻസും ലഭിക്കുന്നതായിരിക്കും. അപ്പൊ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു പേഴ്സണെ മനസ്സിലേക്ക് നന്നായിട്ട് ഓർക്കുക. അവരുടെ പേരാണെന്നുണ്ടെങ്കിലും അവരുടെ മുഖമാണെന്നുണ്ടെങ്കിലും റിപ്പീറ്റ് ചെയ്ത് മൈൻഡിലേക്ക് കൊണ്ടുവരിക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. The outsider, isolation, courage, possibilities, thunderbolt, traveling, nothingness, integration, guilt, mind, aloneness, fighting, postponement, rebirth, trust. ബോട്ട് ഓഫ് ദി ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് ദ റിബൽ ആണ് നമ്മുടെ ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സ്പ്രെഡിൽ ആദ്യമേ തന്നെ നിങ്ങളുടെ പേഴ്സന്റെ ഒരു എനർജി നമുക്ക് നോക്കാം. കാരണം അവരുടെ ഒരു എനർജി ഇതിനകത്ത് നമുക്ക് ആദ്യമേ തന്നെ കണക്ട് ആവുന്നത്, ഇവരെന്തായാലും ലൈഫിൽ ഇപ്പൊ അത്ര ഒരു ഹാപ്പിനെസ് ആയിട്ടുള്ള സ്റ്റേജിലല്ല നിൽക്കുന്നത്. എത്രത്തോളം നിങ്ങൾ അവോയ്ഡ് ചെയ്ത് മാറ്റി നിർത്തിയിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ പോലും അവരിപ്പോ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെന്റ് ആയിട്ടല്ല കാണിക്കുന്നത്. അവരുടെ ലൈഫിൽ അവർ ഒരുപാട് കാര്യങ്ങളിൽ സ്ട്രഗിൾ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ലൈഫിൽ എല്ലാ രീതിക്കും ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു മാറ്റത്തിന് വേണ്ടി എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ ഭയങ്കരമായിട്ട് തിങ്ക് ചെയ്യുന്നുണ്ട്. ഒരു സൈഡിൽ തിങ്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് മൊത്തം ബ്ലാങ്ക് ആയി മാറുകയാണ്. മറു സൈഡിൽ കംപ്ലീറ്റ്ലി ഒരു ലോൺലിനെസ്, ഒരു ഒറ്റപ്പെടലാണ് മെയിൻ ആയിട്ട് ഇവിടെ കാണിച്ചിരിക്കുന്ന ഒരു അവസ്ഥ. അവരുടെ ഒരുതരം ഒരു ഫ്രീസിങ് ആയിട്ടുള്ള സ്റ്റേജ്. ഇമോഷൻസ് ഒന്നും എക്സ്പ്രസ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല, ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതിനേക്കാൾ കൂടുതലായിട്ട് അവർക്ക് പറ്റുന്നില്ല. അവർക്ക് കരയാനായിട്ടോ അല്ലെങ്കിൽ ചിരിക്കാനായിട്ടോ അല്ലെങ്കിൽ ഒന്നും തന്നെ ചെയ്യാനായിട്ടോ പറ്റാത്തൊരവസ്ഥ. അപ്പൊ ഒരു ട്രാപ്പിൽ, സ്വന്തം ലൈഫിൽ തന്നെ ഒരു ട്രാപ്പ് ആയിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ആദ്യമേ തന്നെ നോക്കിയിരിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ ഒരു പേഴ്സൺ എന്തുകൊണ്ടാണ് നിങ്ങളെ ഇങ്ങനെ മാറ്റി നിർത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നോക്കുമ്പോഴേക്കും നമുക്ക് ഔട്ട്സൈഡർ വന്നിട്ടുണ്ട്. ഇപ്പൊ ചിലവരുടെ കേസിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അറിയാത്ത വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ കാണിക്കുന്നുണ്ട്. തേർഡ് പാർട്ടി എന്ന് പറയുമ്പോഴേക്കും വ്യക്തികളാകാം, അല്ലാതെ ഇമോഷൻസ് അല്ല. ഇമോഷൻസിനെ പറ്റി നമുക്ക് പറയാം. വ്യക്തികളോ അതുപോലെ തന്നെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ, ഫിനാൻഷ്യൽ കാര്യങ്ങളൊക്കെ തേർഡ് പാർട്ടി ആയിട്ട് വരാനുള്ള ഒരു സാധ്യതയുണ്ട്. വ്യക്തികളായിട്ടും ആവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ബന്ധമാണ്. അതുകൊണ്ടൊക്കെ തന്നെ ഈ ഒരു പേഴ്സൺ നിങ്ങളോടുള്ള ഇമോഷൻസ് ഇപ്പോൾ ഹൈഡ് ചെയ്ത് വെക്കാനുള്ള ഒരു കാരണം നിങ്ങളെ ബ്ലെയിം ചെയ്യുന്ന ഒരു അവസ്ഥ. കാരണം നിങ്ങളെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾ അവരോട് കൂടുതലായിട്ട് പോയി ചോദിക്കാനോ കാര്യങ്ങൾക്കോ ഒന്നും നിൽക്കില്ല. ഇവർ നിങ്ങളോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടാനും സാധ്യതകളൊക്കെ കാണിക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ ഒരു കണക്ഷനോ കാര്യങ്ങളോ കോണ്ടാക്റ്റോ ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ആവശ്യമില്ലാതെ നിങ്ങളോട് ദേഷ്യപ്പെടുന്നു, ആവശ്യമില്ലാതെ നിങ്ങളോട് പൊട്ടിത്തെറിക്കുന്നു. അതിന്റെ ഒരു റീസൺ ആയിട്ട് വന്നിരിക്കുന്ന തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒക്കെ നിൽക്കുന്നതാണ്. അപ്പൊ നിങ്ങൾ കൂടുതലായിട്ട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അവിടെ ഒരു എന്താ പറയാ, എന്താണ് പറയേണ്ടത്, അല്ലെങ്കിൽ കള്ളം പറഞ്ഞു നിൽക്കണം. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അവർ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളോട് ഈ ഒരു രീതിയിൽ പെരുമാറുന്നു. ഇപ്പൊ ചിലവരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അല്ലാത്ത ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങൾ തമ്മിൽ
ചിലപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ബേസ് ആണെങ്കിൽ പോലും നിങ്ങൾക്കിടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ബന്ധത്തിൽ അപ്രതീക്ഷിതമായിട്ട് എന്നുവെച്ചാൽ നിങ്ങൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് തന്നെ പോയിട്ടുണ്ടായിരിക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരുപാട് റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് എഫേർട്ട് ചെയ്ത വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടേതായ എല്ലാ രീതിക്കും നിങ്ങൾ ഇവർക്ക് കെയറിങ്ങും സപ്പോർട്ടും എല്ലാം കൊടുത്തിട്ടും ഇവരുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഭയങ്കരമായ ഒരു വേദന അവോയ്ഡ്നെസ് ഒക്കെ വന്നപ്പോൾ നിങ്ങൾ ഭൂമിയോളം ക്ഷമിച്ചു താഴ്ന്നു. എന്നിട്ടും ഇവരുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾ അങ്ങോട്ട് എഫേർട്ട് എടുത്ത് അതിലേക്കൊന്ന് സോൾവ് ചെയ്യാൻ ശ്രമിച്ചു, കമ്മ്യൂണിക്കേഷൻ നടത്താൻ ശ്രമിച്ചു. എന്നിട്ടൊന്നും ഇവർ ഒരു രീതിയിലും നിങ്ങളിലേക്ക് വരാത്ത സാഹചര്യത്തിൽ ചിലപ്പോൾ നിങ്ങളും അങ്ങോട്ടേക്ക് നല്ല രീതിക്ക് ഒരു വഴക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. ഇവരും ഒരുപാട് വാക്കുകൾ കൊണ്ട് നിങ്ങളെ മുറിവേൽപ്പിച്ചു. നിങ്ങളും തിരിച്ചാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് നല്ല രീതിക്ക് വഴക്കുകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായി പരസ്പരം നല്ല രീതിക്ക് ഒരു ഫൈറ്റ് ഉണ്ടായിരിക്കുന്ന എനർജി അവിടെ കാണിച്ചിരിക്കുന്നത്. അങ്ങനെയൊക്കെ ഒരു ഫൈറ്റ് കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്ന സാഹചര്യത്തിൽ ഇവരായിട്ടാണ് ഇതിനൊക്കെ തുടക്കം കുറിച്ചതെങ്കിൽ പോലും നിങ്ങൾ സംസാരിച്ചു എന്നുള്ള കാര്യത്തെ ഹൈലൈറ്റ് ചെയ്തിട്ട് ഇവരുടെ ആ ഒരു ഈഗോ വെച്ച് ഇവർ അതിനെ ഭയങ്കരമായിട്ട് ചിന്തിച്ച് കൂട്ടി കോംപ്ലിക്കേറ്റഡ് ആക്കി മനസ്സിൽ ഊതി പെരുപ്പിക്കുക എന്ന് പറയുമല്ലോ, ആ ഒരു രീതിയിലേക്ക് ആക്കി ആ ഒരു ഈഗോ വെച്ച് മനസ്സിൽ നിൽക്കുകയാണ്. അപ്പൊ അവരുടെ മനസ്സിന് ഭയങ്കര മുറിവേറ്റിരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ പറഞ്ഞത് കൊണ്ടിട്ടുള്ള ആ ഒരു കാര്യങ്ങൾ, ഇതൊക്കെ തെറ്റിദ്ധാരണകളാണ് മെയിൻ ആയിട്ട് വന്നിരിക്കുന്നത്. ആ ഒരു തെറ്റിദ്ധാരണയൊക്കെ വളരെ സ്ട്രോങ് ആയിട്ട് ഈ ഒരു പേഴ്സന്റെ ഉള്ളിൽ ഇപ്പോഴും ഇങ്ങനെ മങ്ങാതെ കിടക്കുന്ന ചില വ്യക്തികളെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. മൈൻഡ് ഒക്കെ കംപ്ലീറ്റ്ലി ബ്ലോക്ക് ആണ്. അപ്പൊ ആ ഒരു പ്രശ്നങ്ങളൊക്കെ വന്ന സമയത്ത് വളരെ നല്ല രീതിക്ക് ഒരു ഉയർന്നു വന്ന ബന്ധമാണെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് വളർച്ചയിലൂടെ പോയിക്കൊണ്ടിരുന്ന നിങ്ങളുടെ റിലേഷൻഷിപ്പ് സഡൻ ആയിട്ട് അവിടെ ആ ഒരു വളർച്ച നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ് ചെയ്യുന്നത്. വരണ്ട ഒരു അവസ്ഥയിലേക്ക് റിലേഷൻഷിപ്പ് മാറിപ്പോയിരിക്കുന്നു. അപ്പൊ ആ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ നിങ്ങളാണെന്നുണ്ടെങ്കിലും വളരെ സൈലന്റ് ആയിട്ട് പോയി, നിങ്ങളുടെ ട്രസ്റ്റ് ഒക്കെ ഭയങ്കരമായിട്ട് ബ്രേക്ക് ആയി പോയിരിക്കുന്നതായിട്ട് ഈ ഒരു സ്പ്രെഡിൽ കാണാം. അതുപോലെ ഇവർക്കാണെന്നുണ്ടെങ്കിലും നിങ്ങളോടുള്ള ഒരു ട്രസ്റ്റ് അത് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. അവരുടെ പ്രശ്നം അവർ ഓവറായിട്ട് തിങ്ക് ചെയ്തിരിക്കുന്നതാണ്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഇത് ഓവർ തിങ്കിങ് ആണ്. ചിന്തിച്ചു കൂട്ടി നിങ്ങളെ തെറ്റിദ്ധരിച്ചിരിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയൊക്കെ നമുക്കിവിടെ സ്ട്രോങ് ആയിട്ട് കാണുന്നുണ്ട്. ഇല്ലാത്ത കാര്യങ്ങൾക്ക് ചിന്തിച്ചു കൂട്ടി തെറ്റിദ്ധരിച്ചിരിക്കുന്നു. അതുപോലെ അവരുടെ ഒരു ഈഗോ കാര്യങ്ങൾ ഇതെല്ലാം കൂടെ വന്നിട്ട് ട്രസ്റ്റ് ഒക്കെ ബ്രേക്ക് ആയി, അല്ലെങ്കിൽ ആ ഒരു ഫിയർ കയറി റിലേഷൻഷിപ്പിലേക്ക്. അതുപോലെ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ വാക്ക് തർക്കങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ അവരതൊക്കെ ഒരു ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളായിട്ട് എടുത്ത് നിങ്ങളെ മാറ്റി നിർത്തിയിട്ടൊക്കെ ഉണ്ടായിരിക്കും. ഇതൊക്കെയാണ് ഇവരുടെ ഉള്ളിൽ ഇപ്പോഴും കിടക്കുന്നത്. ചിലരുടെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഭയങ്കരമായിട്ട് ഓവർ തിങ്കിങ് ചെയ്ത് ആ ഒരു തെറ്റിദ്ധാരണയിലൊക്കെ ഭയങ്കരമായിട്ട് നിൽക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. എന്നാൽ ഇവരുടെ ആ ഒരു തെറ്റ് കൊണ്ടിട്ടാണ് നിങ്ങൾ ചോദിച്ചത് എന്നുള്ള കാര്യമൊന്നും ഇവർ ചിന്തിച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അവർ ചിന്തിക്കാൻ ആഗ്രഹിച്ചിട്ടില്ല. അവർക്ക് അവരുടെ ആ ഒരു ഭാഗം ന്യായീകരിക്കുക എന്നുള്ള രീതിക്കൊക്കെ ചെയ്തിരിക്കുന്ന വ്യക്തികളാണ്. ഇതിനെയൊക്കെ ഒന്ന് കോംപ്രമൈസ് ചെയ്യാനായിട്ട് ചിലപ്പോൾ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടായിരിക്കാം. നിങ്ങളുടെ ഒരു രീതി പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദേഷ്യവും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ നിങ്ങൾ ഒരുപാട് ക്ഷമിക്കും. പക്ഷെ അത് കൈവിട്ട് പോകുന്ന സമയത്ത് നിങ്ങൾ ഭയങ്കരമായിട്ട് പ്രതികരിക്കും. പക്ഷെ അത് കഴിഞ്ഞ് നിങ്ങൾ തന്നെ ഒച്ചയെടുക്കും, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ സംസാരിക്കും, നിങ്ങൾ തന്നെ വേദനിക്കും, നിങ്ങൾ തന്നെ സ്വന്തമായിട്ടിരുന്ന് കരയും. പിന്നീട് നിങ്ങൾ ഇവരുടെ പുറകെ നടക്കും. ഇതൊക്കെ തന്നെയായിരിക്കാം സംഭവിച്ചിരിക്കുക. പക്ഷെ നിങ്ങൾ എത്രത്തോളം ശ്രമിച്ചിട്ടും ചിലപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ആ ഒരു പഴയ രീതിയിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടുണ്ടാവില്ല. അതിനെയൊക്കെ ഒന്ന് പൊട്ടിച്ചെറിഞ്ഞ് വീണ്ടും ഒരു കണക്ഷൻ ആഗ്രഹിച്ച് ഇപ്പോഴും നിങ്ങളുടെ അവസ്ഥയാണെന്നുണ്ടെങ്കിലും ഒരുതരം ഫ്രീസ് ആയി നിൽക്കുന്ന സ്റ്റേജ് ആണ്. പുറമേ നിന്നുള്ള ഒരു കാഴ്ചക്കാരനെ അല്ലെങ്കിൽ കാഴ്ചക്കാരിയെ പോലെ ഈ ഒരു ബന്ധത്തെ നിങ്ങളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയം നിങ്ങളെ ഇങ്ങനെ മാറ്റി നിർത്താനും അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ കൂടുതലായിട്ട് എഫേർട്ട് എടുക്കാതെ അവോയ്ഡ് ചെയ്യാനുള്ള ആ ഒരു റീസൺ, അല്ലെങ്കിൽ അവർ ഈ നിശബ്ദമായിട്ട് നിങ്ങളെ ഇങ്ങനെ മാറ്റി നിർത്താനുള്ള റീസൺ എന്താണെന്നുള്ളത് നോക്കുമ്പോൾ നമുക്ക് ഒന്ന് വന്നിരിക്കുന്ന തേർഡ് പാർട്ടി സിറ്റുവേഷൻ എനർജി വന്നിട്ടുണ്ട്. അതിലേക്കൊക്കെ അട്രാക്റ്റ് ആയി നിൽക്കുന്നവർ നിങ്ങളെ ബ്ലെയിം ചെയ്യാനായിട്ട് നിങ്ങളോട് ആവശ്യമില്ലാതെ ദേഷ്യവും കാര്യങ്ങളൊക്കെ കാണിച്ച് തർക്കിക്കുന്നുണ്ടായിരിക്കാം ഒരു സൈഡിൽ. മറ്റൊരു സൈഡിൽ എന്ന് പറഞ്ഞ ഫിനാൻഷ്യൽ കാര്യങ്ങളിലേക്കൊക്കെ ഫോക്കസ് ചെയ്തിട്ട് നിങ്ങളെ സൈഡാക്കി അവരുടേതായ ഒരു ഉയർച്ച വേണമെന്നൊക്കെ ആഗ്രഹിച്ച് അവർ അങ്ങോട്ട് പോകുന്നുണ്ടായിരിക്കും. ഒരു ഫിനാൻഷ്യൽ ലോസ് ഒക്കെ കാണുന്നുണ്ട്. മറ്റു ചില കേസിലാണ് നിങ്ങൾ തമ്മിൽ ഭയങ്കര കൂടുതലായിട്ട് വന്നിരിക്കുന്ന നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഊതി പെരുപ്പിച്ച് നിങ്ങളെ തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്ന വ്യക്തിയുടെ എനർജിയാണ്. അവരുടെ മൈൻഡ് കംപ്ലീറ്റ്ലി നെഗറ്റിവിറ്റി ആണ് നിൽക്കുന്നത്. ആ പെട്ടെന്നുണ്ടായ ആ ഒരു പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ട് മാറിയിരിക്കുന്ന സ്റ്റേജ്. അതോടൊപ്പം മറ്റൊരു വിഭാഗം എനർജിയിൽ കാണിക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ നിങ്ങളിപ്പോൾ മാറി നിൽക്കുന്ന സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ, ഈ ഒരു രീതിയിലാണ് മാറി നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ അവരുടെ ലൈഫിൽ അവർക്കും എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഇപ്പോൾ നേരിടുന്നുണ്ട്.
അപ്പൊ അവരും ആകെപ്പാടെ ഒരു നെഗറ്റിവിറ്റി സ്റ്റേജിൽ അല്ലെങ്കിൽ ഒന്നും ചിന്തിക്കാനോ കാര്യങ്ങൾക്കോ ഒന്നും സാധിക്കാത്ത ഒരു അവസ്ഥയിലൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇവിടെ ചിന്തിക്കുന്നുണ്ട്. ഇത്രയൊക്കെ രീതിയിൽ നിങ്ങളെ മാറ്റി നിർത്തിയവരാണെന്നുണ്ടെങ്കിൽ പോലും അവർ എത്രത്തോളം തെറ്റിദ്ധാരണ കാര്യങ്ങളൊക്കെ അവരുടെ മനസ്സിൽ നിന്നോട്ടെ, പക്ഷെ അവർ ഓർക്കുന്നുണ്ട്, നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. അവരുടെ ഭാഗത്തു നിന്നുള്ള തെറ്റുകൾ അവർ പുറമെ എത്രത്തോളം കാണിക്കുന്നില്ല എന്ന് പറഞ്ഞാലും ഒരു റിയലൈസേഷൻ ഒക്കെ ഉള്ളിൽ നടക്കുന്നുണ്ട്. ഒരു ഗിൽറ്റി ഫീൽ ഒക്കെ തോന്നുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇത്രത്തോളം ഒന്നും വേണ്ടായിരുന്നു എന്നുള്ള രീതിക്കൊക്കെ ചിന്തകൾ പോകുന്നുണ്ട്. ഇന്റഗ്രേഷൻ ആണ്. ഒരേപോലെ തന്നെ എഫേർട്ട് എടുത്ത് മുന്നോട്ടേക്ക് കൊണ്ടുപോയിരുന്നെങ്കിൽ, ഈ ഒരു റിലേഷൻഷിപ്പിനെ കൊണ്ടുപോയിരുന്നെങ്കിൽ ഒരു പക്ഷേ അവർക്ക് അവരുടെ ലൈഫിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളും നിങ്ങൾക്കിടയിലാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളും ഒന്നും സംഭവിക്കില്ലായിരുന്നു. അപ്പൊ അതൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പൊ തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് പോയ വ്യക്തികളാണെങ്കിൽ പോലും നിങ്ങളുടെ പേഴ്സന്റെ എനർജി നമ്മൾ ആദ്യമേ നോക്കിയപ്പോൾ പറഞ്ഞു, ഇവർ ഫ്രീസ് ആയ അവസ്ഥയിലാണ്, ഇവർ ഒട്ടും ഹാപ്പി ആയിട്ടുള്ള മൊമെന്റിൽ അല്ല നിൽക്കുന്നത്. അപ്പൊ ഏത് സിറ്റുവേഷനിൽ നിങ്ങൾ അവഗണിച്ചു പോയ വ്യക്തിയാണെന്നുണ്ടെങ്കിലും അവർ ലൈഫിൽ ഒട്ടും ഹാപ്പി അല്ല. അവർക്ക് ആ ഒരു സിറ്റുവേഷനൊക്കെ പൂർണ്ണമായിട്ട് റിബൽ ആണ്, പൊട്ടിച്ചെറിയണമെന്ന് ആഗ്രഹമുണ്ട്. വളരെയധികം ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള മൊമെന്റിലാണ് നിൽക്കുന്നത്. എല്ലാ രീതിക്കും ഭയങ്കരമായിട്ട് ഇവരുടെ ഒരു പ്രത്യേകത ഭയങ്കര ഒരു ഓവർ തിങ്കേഴ്സ് ആണ്. ചെറിയ കാര്യങ്ങളെ പോലും ഓവർ തിങ്കിങ് ചെയ്ത് ഏറ്റവും കോംപ്ലിക്കേഷൻ സ്റ്റേജിലേക്ക് കൊണ്ടുവന്ന് ആ ഒരു വലിയ പ്രശ്നമാക്കി അതിനെ മാറ്റും. അതാണ് ഇവരുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. എടുത്തുചാട്ടം ഭയങ്കര കൂടുതലായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതിൻ്റോടൊപ്പം അവർക്ക് ആ ഒരു ഈഗോയും ഉണ്ട്. ഇതെല്ലാം കൂടെ ആകുമ്പോഴേക്കും ഒരു ബന്ധം നശിക്കാനായിട്ട് അല്ലെങ്കിൽ പ്രശ്നത്തിലേക്ക് വരാനായിട്ട് കൂടുതലായിട്ടൊന്നും വേണ്ട. എന്നാൽ സ്നേഹം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ഉള്ളിൽ സ്നേഹമൊക്കെ ഉണ്ട്. പക്ഷെ അതിനേക്കാൾ മുകളിൽ നിൽക്കുന്ന അവരുടെ ആ ഒരു ഈഗോയും കാര്യങ്ങളും ഓവർ തിങ്കിങ് ഒക്കെ തന്നെയാണ്. എന്നാൽ ഇപ്പൊ ഈ ഒരു സിറ്റുവേഷൻ ഒക്കെ, ഈ ഒരു സ്ട്രെസ്ഫുൾ ആയ മൊമെന്റിൽ എത്രയും പെട്ടെന്ന് ഒന്ന് മാറ്റി ഈ ഒരു സിറ്റുവേഷൻ ഒക്കെ പൊട്ടിച്ചെറിഞ്ഞ് എല്ലാ രീതിയിലും സ്വന്തം ലൈഫിൽ അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ തന്നെ ഒരു റീബർത്ത്, ഒരു റീകൺസിലേഷൻ നടത്താനായിട്ട് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇവർ ഏത് സിറ്റുവേഷനിലേക്കാണോ നിങ്ങളെ ഇട്ട് മാറിപ്പോയത്, ആ ഒരു സിറ്റുവേഷൻ എന്ന് വെച്ചാൽ അവരുടെ ഇപ്പോഴത്തെ അവസ്ഥയും നിങ്ങളെയും ഒക്കെ വെച്ച് ഇവർ കമ്പയർ ചെയ്യുന്നുണ്ട്. ഇവിടെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്പാരിസൺ നടക്കുന്നുണ്ട്. അവർക്ക് മനസ്സിലാവുന്നുണ്ട് കുറെയൊക്കെ ഉള്ളുകൊണ്ടിട്ട് അവരുടെ ഭാഗത്തുള്ള തെറ്റുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ മനഃപൂർവ്വം നിങ്ങളെ ബ്ലെയിം ചെയ്യുന്ന വ്യക്തികളുടെ ഒരു എനർജി നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അവർ പോയിരിക്കുന്ന ആ ഒരു സിറ്റുവേഷനെയും നിങ്ങളുടെ ആ ഒരു സ്നേഹബന്ധത്തെയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അവർക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ അവർ എത്രത്തോളം ഹാപ്പി ആയിരുന്നു എന്നുള്ളത്. അപ്പൊ ആ ഒരു ഹാപ്പിനെസ് ഒക്കെ വീണ്ടും കൊണ്ടുവരണം, അല്ലെങ്കിൽ ആ ഒരു സെലിബ്രേഷൻ ഒക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് എഗെയിൻ കൊണ്ടുവരാനും ഇപ്പോഴത്തെ അവരുടെ ആ ഒരു സിറ്റുവേഷൻസ് കാര്യങ്ങളെല്ലാം പൂർണ്ണമായിട്ടും ലെറ്റ് ഗോ ചെയ്യാനും മനസ്സുകൊണ്ട് ഇവർ തയ്യാറാണ്. എന്നാൽ വളരെയധികം ഒരു ഡൗൺ സ്റ്റേജിൽ കോൺഷ്യസ്നെസ് എന്ന് പറയുമ്പോഴേക്കും ചിന്തിച്ചു കൂട്ടിയിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. അതാണ് നമ്മൾ ആദ്യം പറഞ്ഞ ഐസൊലേഷൻ സ്റ്റേജ്. ഇവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഇവർ ചെയ്ത കാര്യങ്ങളെല്ലാം തന്നെ, ലൈഫിൽ ചെയ്തു കൂട്ടിയിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ മണ്ടത്തരമായിരുന്നു അല്ലെങ്കിൽ തെറ്റായി പോയി എന്നുള്ളത് ഒരു തിരിച്ചറിവിന്റെ പാതയിലാണ് ഇവർ നിൽക്കുന്നത്. അങ്ങനെ ഒരു തിരിച്ചറിവ് ക്രിയേറ്റർ ആണ് വന്നിരിക്കുന്നത്. നമുക്കിവിടെ കാണാൻ സാധിക്കും സ്പിരിച്വൽ കണക്ഷനിലേക്ക് വന്ന് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് stuck ആയി നിൽക്കുന്ന ഒരു person ആണ്. ആ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ ലെറ്റ് ഗോ ചെയ്യണം എന്നൊക്കെ മനസ്സിൽ ചിന്തകൾ ഉണ്ടെങ്കിലും അവർക്ക് എവിടെ നിന്നാണ് അതിനെ സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് അറിയില്ല. ഈ ഒരു ബന്ധത്തിൽ ആ ഒരു ഫ്ലവറിംഗ് ഒക്കെ തിരിച്ചു കൊണ്ടുവരാനും നിങ്ങളുടെ സ്നേഹത്തിന്റെ തീവ്രത കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി ഒരു ഗൈഡൻസ് ആയിട്ട് ആ ഒരു യൂണിവേഴ്സൽ സപ്പോർട്ട് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. തീർത്തും ഒരു ഒറ്റപ്പെടലാണ് ഇവരിൽ കാണിക്കുന്നത്. പ്രകാശം തേടിയിട്ടുള്ള ഒരു യാത്ര. ഓക്കെ, അപ്പൊ നിങ്ങളെ മാറ്റി നിർത്തിയ വ്യക്തികൾ ഏതൊക്കെ രീതിയിൽ നിങ്ങൾ അവരെ മുറിവേൽപ്പിച്ചിട്ടുണ്ടായിരിക്കാം, അവർ നിങ്ങളെ മുറിവേൽപ്പിച്ചിട്ടുണ്ടായിരിക്കാം, അതൊക്കെ ഓവർ തിങ്കിങ് ചെയ്ത് ഇവർ കോംപ്ലിക്കേറ്റഡ് ആക്കിയിട്ടുണ്ടായിരിക്കാം. അതൊക്കെ ഉള്ളിൽ ഇവരുടെ ഉണ്ടെങ്കിൽ പോലും ആ ഒരു ഉള്ളിന്റെ ഉള്ളിൽ കൊണ്ടിട്ട് റിയലൈസേഷനും നടക്കുന്നുണ്ട്. ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സ്റ്റേജ് ആയതുകൊണ്ടിട്ടാണ് പോസ്റ്റ്പോൺമെന്റ് ആണ് വന്നിരിക്കുന്നത്. ഇവർ ഇതിങ്ങനെ നീട്ടി നീട്ടി കൊണ്ടുപോകുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോഴും ആക്ഷൻ എടുക്കാത്തത് അല്ലെങ്കിൽ അവഗണനയിൽ ഇപ്പോഴും നിർത്താനുള്ള റീസൺ എന്നുള്ളതാണ് നമ്മൾ നോക്കിയിരിക്കുന്നത്. അതിന്റെ ഒരു റീസൺ ആയിട്ട് കാണിക്കുന്നത് ഇങ്ങനെയാണ്. ഒന്ന്, നിങ്ങൾക്കിടയിൽ ഉണ്ടായ പ്രശ്നങ്ങളൊക്കെ അവർ ചിന്തിച്ചു കൂട്ടിയിട്ടുള്ള കാര്യങ്ങളും തേർഡ് പാർട്ടി എനർജിയും കാര്യങ്ങളും അതുപോലെ അവരുടെ ലൈഫിൽ അവർ സ്ട്രഗിൾ ചെയ്യുന്ന സിറ്റുവേഷൻസും ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും അവർക്ക് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത് അറിയില്ല. ഭയങ്കരമായിട്ട് അവർ വേദനിക്കുന്നുണ്ട്. ഒരു കുറ്റബോധം അവരെ ആഴത്തിൽ വേദനിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ നീട്ടി നീട്ടി കൊണ്ടുപോകുന്നു. നീട്ടി കൊണ്ടുപോകുക എന്ന് പറയുമ്പോൾ ഇവർ മനഃപൂർവ്വം കൊണ്ടുപോകുന്നതല്ല, ഇവർക്ക് സാധിക്കാത്തത് കൊണ്ടാണ്. കാരണം നിങ്ങളുടെ ബന്ധത്തിൽ വലിയ രീതിക്ക് ഒരു ട്രസ്റ്റ് ബ്രേക്ക് ആയിട്ടുണ്ട്. അതോടൊപ്പം ഇവരുടെ ഉള്ളിൽ ഭയങ്കരമായ ഒരു ഫിയർ ഒക്കെ കയറിയിട്ടുണ്ട്.
ലൈഫിൽ ഇത്രത്തോളം തെറ്റുകളും കാര്യങ്ങളൊക്കെ പറ്റുമ്പോൾ റിപ്പീറ്റ് ചെയ്ത് ഒരുപാട് കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ആ ഒരു ഫിയർ ഒക്കെ കയറി ഭയങ്കരമായിട്ട് ഒന്നും ചിന്തിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിൽ ഇവരും ഒരു സ്റ്റക്ക് ആയിട്ടൊരു കാഴ്ചക്കാരനെ പോലെ ഇവരുടെ ലൈഫിനെ തന്നെ നോക്കുകയാണ്. എങ്കിലും അതിലൊക്കെ ഒരു മാറ്റങ്ങൾ കൊണ്ടുവരാനും നിങ്ങളുടെ ബന്ധത്തിലേക്ക് ആ ഒരു റീബർത്തിന് വേണ്ടിയുള്ള പോസിബിലിറ്റീസ് ഒക്കെ ഇവിടെ തിരയുന്നുണ്ട്. നഷ്ടപ്പെട്ട് വരണ്ടു പോയ ആ ഒരു ബന്ധത്തെ വീണ്ടും ആ ഒരു വളർച്ചയിലേക്ക് കൊണ്ടുവരിക. ട്രാവലിംഗ് ആണ്. നിങ്ങളിലേക്ക് ഒരു യാത്ര മനസ്സുകൊണ്ട് ഒരുപാട് കൊതിക്കുന്ന ഒരു പേഴ്സന്റെ എനർജി നമുക്കിവിടെ കാണാൻ സാധിക്കും. നിങ്ങൾ തമ്മിൽ എന്തൊക്കെ വഴക്കുകൾ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇവർ ഈ ഒരു സമയത്ത് അവരുടെ ഈഗോയൊക്കെ ഒന്ന് മാറ്റി വെക്കണം എന്നുള്ള ആഗ്രഹങ്ങളൊക്കെ ഇവരുടെ ആ ഒരു സബ് കോൺഷ്യസ് മൈൻഡിൽ ഇവർ അതൊക്കെ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഒരുപാട് ലൈഫിൽ സ്ട്രഗിൾ ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട്. അപ്പൊ ഈ ഒരു സമയത്ത് എന്താണ് ഇവരുടെ മനസ്സിലുള്ള ആ ഒരു ചിന്തകൾ, നിങ്ങളെ കുറിച്ചുള്ള ചിന്തകൾ, ഏത് രീതിയിലാണ് ഇവർ നിങ്ങളിലേക്ക് കണക്ട് ആവാനായിട്ട് ചിന്തിക്കുന്നത് എന്നുള്ള തോട്ട്സ് കൂടെ നമുക്കൊന്ന് നോക്കാം. 5 of Swords, Page of Wands, the Star Energy, Knight of Pentacles, Page of Swords, the Chariot, the Lovers, the Wheel of Fortune, Ace of Wands, 8 of Swords. ഹെർമിറ്റ് എനർജി ആണ് ബോട്ട് ഓഫ് ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത്. എലോൺനെസ് ആണ് ഇവിടെയും അതുപോലെ തന്നെ ഹെർമിറ്റ് എനർജി ആണ്. ഓക്കെ, ജസ്റ്റിസ് എനർജി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പേഴ്സൺ ഇപ്പൊ ഈ ഒരു സമയത്ത് ഈ ഒരു റിലേഷൻഷിപ്പിനെ എങ്ങനെ മാറ്റിയെടുക്കാം മുന്നോട്ടേക്ക്, അല്ലെങ്കിൽ എന്താണ് ഇതിനകത്തുള്ള ചെയ്യേണ്ട കാര്യങ്ങൾ എന്നുള്ളതൊക്കെ ആഴത്തിൽ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളെ കുറിച്ച് ഒരുപാട് ചിന്തിക്കുന്നുണ്ട്. ലവേഴ്സ് എനർജിയാണ് വന്നിരിക്കുന്നത്. ഈ ഒരു സമയം നിങ്ങളുടെ പേഴ്സണ് നിങ്ങളിലേക്ക് വളരെയധികം ഒരു കണക്ഷൻ, ഒരു ഇമോഷണൽ കണക്ഷൻസ് ഒക്കെ തോന്നുന്നുണ്ട്. നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഒക്കെ മനസ്സുകൊണ്ട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ഇവരായിട്ട് തന്നെയാണ് നിങ്ങളെ മാറ്റി നിർത്തിയിരിക്കുന്നത് എന്നുണ്ടെങ്കിലും ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾക്കിടയിൽ ഉണ്ടെങ്കിൽ പോലും അവരുടെ ലൈഫിൽ ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ അവർ നേരിടേണ്ടി വന്നിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ മനസ്സുകൊണ്ട് അവർ നിങ്ങളുടെ സാമീപ്യം ആഗ്രഹിക്കുകയാണ്. അപ്പൊ അത്രത്തോളം സ്നേഹവും കെയറിംഗ് ഒക്കെ നിങ്ങൾ ഈ ഒരു പേഴ്സണ് കൊടുത്തിട്ടുണ്ടാവണം. അതുകൊണ്ട് തന്നെയായിരിക്കാം അവർ ആ ഒരു രീതിയിൽ ചിന്തിക്കുന്നത്. ഇവിടെ ഹെർമിറ്റ് എനർജി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ അവരുടെ ആ ഒരു അകത്തിലേക്ക് തന്നെ നോക്കി, അവരുടെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് തന്നെ നോക്കിയിട്ട് അവരെന്തൊക്കെയാണ് ചെയ്തു പോയ കാര്യങ്ങൾ എന്നുള്ളതെല്ലാം റിയലൈസ് ചെയ്ത് വളരെയധികം ഒരു വേദന, അല്ലെങ്കിൽ ആ ഒരു വേദനയിലൂടെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള തിരിച്ചറിവ് നേടുകയാണ്. ഇവർക്കൊരു ഹീലിംഗ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നീതിപൂർവം നിങ്ങളിലേക്ക് പ്രവർത്തിക്കാനായിട്ട് മനസ്സുകൊണ്ട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. സത്യസന്ധത നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അത്യാവശ്യമായിട്ട് വേണം. എല്ലാ രീതിക്കും ഈ ഒരു റിലേഷൻഷിപ്പിനെ നീതിപൂർവം ഒരു ഉയർത്തെഴുന്നേൽപ്പ് നടത്തി അതിനെ ബാലൻസ് ചെയ്യണം. കാപട്യങ്ങളോ കാര്യങ്ങളോ പ്രശ്നങ്ങളോ ഹൈഡിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്ത രീതിയിൽ റിലേഷൻഷിപ്പിനെ കൊണ്ടുവരിക. എന്തൊക്കെ പ്രശ്നങ്ങളുടെ ഉള്ളിലാണ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിലും അവിടെ നിന്നൊക്കെ വളരെ ഫാസ്റ്റ് ആയിട്ട് ഓടി മറയാനായിട്ടാണ് ഇവർ ശ്രമിക്കുന്നത്. എന്ന് വെച്ചാൽ നിങ്ങളിലേക്ക് ഓടി എത്താനായിട്ട്. കാരണം ജീവിതം ഈ ഒരു സമയത്ത് അവരെ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അവർ മനസ്സിലാക്കിയിരിക്കുന്നു. ഇതുവരെ നിങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിച്ചവരാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പുറകിൽ നിന്നുകൊണ്ട് റിലേഷൻഷിപ്പിനെ മുന്നോട്ടേക്ക്, എന്ന് വെച്ചാൽ നിങ്ങൾ കൂടുതലായിട്ട് എഫേർട്ട് എടുത്ത് മുന്നോട്ടേക്ക് കൊണ്ടുപോയ ബന്ധമാണെന്നുണ്ടെങ്കിൽ ആ ഒരു പുറകിൽ നിന്നുള്ള സ്ഥലത്തിൽ നിന്ന് ആ ഒരു വെളിച്ചത്തിലേക്ക് അല്ലെങ്കിൽ ഫ്രണ്ടിലേക്ക്, അതായത് സ്വന്തമായിട്ട് എഫേർട്ട് എടുത്ത് കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ടുള്ള മനസ്സിലേക്ക് ഇവരിപ്പോൾ തയ്യാറെടുക്കുന്നുണ്ട്. നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത് തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരണം. കാരണം ഇവിടെ ഭയങ്കര സ്ട്രോങ് ആയിട്ടൊരു മിസ്സിംഗ് എനർജി കാണിക്കുന്നുണ്ട്. അപ്പൊ സ്വന്തമായിട്ട് തന്നെ എഫേർട്ട് എടുക്കാനും എല്ലാ രീതിക്കും നിങ്ങളിലേക്ക് കടന്നു വരാനും മനസ്സുകൊണ്ട് ചിന്തിക്കുകയാണ്. ഇവർ ഫൈറ്റ് ചെയ്ത്, അല്ലെങ്കിൽ ഇവരുടെ ഉള്ളില് ആ ഒരു ദേഷ്യവും കാര്യങ്ങളൊക്കെ വെച്ച് ഇവർക്ക് തന്നെ മതിയായി. പുറമേ നിന്ന് നോക്കുമ്പോൾ ഈ ഒരു പേഴ്സൺ നമ്മൾ കാണുന്നത്, നമ്മൾ അങ്ങനെയാണല്ലോ നോക്കിയിരിക്കുന്നത്, ഇവർ നിങ്ങളോട് ഒരു ഈഗോ കാര്യങ്ങളൊക്കെ വെച്ച് നിങ്ങൾ ഇപ്പോഴും നിശബ്ദമായിട്ട് നിൽക്കുകയാണ്, അവോയ്ഡ് ചെയ്യാണ്. എന്നാൽ നമുക്കിവിടെ കാണാൻ സാധിക്കും ഉള്ളിന്റെ ഉള്ളുകൊണ്ട് അവർ അങ്ങനെയല്ല, അവർ ഭയങ്കരമായി tired ആയി കഴിഞ്ഞു. ഇനിയും ഈ ഒരു സിറ്റുവേഷൻ ഇങ്ങനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് വയ്യ. ഇനി എന്തൊക്കെ പ്രശ്നങ്ങൾ നിങ്ങൾക്കിടയിൽ ഉണ്ടെന്ന് പറഞ്ഞാലും അത് ഇവരായിട്ട് തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്യാം എന്നുള്ളൊരു മാനസികാവസ്ഥയിലേക്ക് പതുക്കെ പതുക്കെ ഇവർ ആകുന്നുണ്ട്. ഐസൊലേഷൻ പീരീഡിലാണ് നിൽക്കുന്നതെങ്കിൽ പോലും മനസ്സുകൊണ്ട് ആ ഒരു രീതിയിലൊക്കെ ചിന്തകൾ വരുന്നുണ്ട്. വളരെയധികം പ്രതീക്ഷ ഈ ഒരു സമയത്ത് നിങ്ങളുടെ കാര്യത്തില്, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തില് ഈ ഒരു പേഴ്സൺ മനസ്സിൽ ഉറപ്പിച്ചിരിക്കുന്നതായിട്ടാണ് നമുക്കിവിടെ വന്നിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ, ഒരു പ്ലാനിങ് കാര്യങ്ങളൊക്കെ ഇവർ നടത്തുന്നുണ്ട്. അപ്പൊ ഭയങ്കര ഒരു ഡൗൺ സ്റ്റേജിലാണെങ്കിൽ പോലും
ഇവിടെ അവർക്ക് ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് ലെറ്റ് ഗോ ചെയ്യണം എന്നുള്ള ആഗ്രഹം കൊണ്ടിട്ട് അവർ ഓരോ കാര്യങ്ങൾ ഇവിടെ പ്ലാൻ ചെയ്യുന്നുണ്ട്. എങ്ങനെ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെ നിങ്ങളെ സമീപിക്കണം. ഒരു ഫിയർ ഉണ്ട്, പ്രശ്നങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ എങ്കിലും ഒരു ക്ലാരിറ്റി കൊണ്ടുവരണം എന്നുള്ളൊരു ആഗ്രഹം. ഇല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ഫ്ലവറിങ് നടത്തണം. കാരണം അവർക്കൊരു സപ്പോർട്ട് നിങ്ങൾ എല്ലാ രീതിക്കും ഓക്കെ ആണ്. അതുകൊണ്ടാണ് അവർ ഈ ഒരു രീതിയിലൊക്കെ ചിന്തിക്കുന്നത്. ഇവിടെയാണെന്നുണ്ടെങ്കിലും നമുക്ക് പേജ് ഓഫ് സോഴ്സ് ആണ് കിട്ടിയിരിക്കുന്നത്. എത്ര റിസ്ക് എടുത്തിട്ടാണെന്നുണ്ടെങ്കിലും നിങ്ങളെ ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കും. ഒരു ക്ലാരിറ്റി ഇവർക്ക് കൊണ്ടുവരണം. അതിപ്പോ നിങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ, തെറ്റിദ്ധാരണകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് സംസാരിച്ച ഒരു കമ്മ്യൂണിക്കേഷനിലൂടെ മാത്രമേ തീരുകയുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുകയാണ്. ഇതുവരെ ഇവർ എഫേർട്ടോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു രീതിയിൽ നിങ്ങൾ അവഗണിച്ച് നിർത്തിയവരായിരുന്നു. എന്ന് വെച്ചാൽ അവരായിട്ട് തന്നെ സ്വന്തമായിട്ട് എഫേർട്ട് എടുക്കാതിരുന്നവരാണ്. ഇപ്പൊ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിക്കൊള്ളട്ടെ, മറ്റെന്ത് സാഹചര്യം ആയിക്കൊള്ളട്ടെ, ഇവർക്ക് വേണമെങ്കിൽ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാമായിരുന്നു. പക്ഷെ അവരത് ചെയ്തിട്ടില്ല. അങ്ങനത്തെ സാഹചര്യമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവരായിട്ട് തന്നെ എഫേർട്ട് എടുക്കണം എന്ന് ചിന്തിക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് അറിയാത്ത കേസ് ആണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ ഒരു പേഴ്സൺ നിങ്ങൾ അവോയ്ഡ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്, എന്താന്നുള്ളത് റീസൺ നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ, ആ ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും അവർക്ക് അതിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ താല്പര്യപ്പെടുന്നില്ല. കാരണം ഈ ഒരു സമയത്ത് അവർ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളുടെ സ്നേഹം എന്താന്നുള്ളത്. ഇപ്പൊ നിങ്ങളുടെ കേസിൽ നിങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളൊന്നും വലിയ കാര്യമായിട്ട് വന്നിട്ടില്ല, എന്നാൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ അവോയ്ഡ് ചെയ്യുന്നുണ്ട്. എന്താന്നുള്ളത് നിങ്ങൾക്ക് അറിയില്ല. അങ്ങനത്തെ സാഹചര്യം ആണെന്നുണ്ടെങ്കിൽ ഇവർക്ക്, ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഈ ഒരു സ്പ്രെഡിൽ വന്നിരിക്കുന്ന പേഴ്സൺ എന്തായാലും ലൈഫിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്യാണ്. അപ്പൊ അങ്ങനെ നിങ്ങളെ മാറ്റി നിർത്തിയ വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങളൊന്നും വലിയ കാര്യമായിട്ട് ഉണ്ടായിട്ടുണ്ടാവില്ല. എന്ന് വെച്ചാൽ നിങ്ങളൊരു നോ കോണ്ടാക്റ്റോ ബ്രേക്കപ്പോ ഒന്നും ആയി കാണില്ല. എങ്കിൽ പോലും അതിന് മുന്നേ തന്നെ ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുകയാണ്. കാരണം അവരുടെ സാഹചര്യം അത്രയും സ്ട്രഗിളിംഗ് ആണ്, ഒരു സ്ട്രെസ്ഫുൾ മൊമെന്റ് ആണ്. ഏസ് ഓഫ് വാൻസ് വന്നിട്ടുണ്ട്. എല്ലാ രീതിക്കും നിങ്ങളുടെ ബന്ധത്തിലെ ഒരു കമ്മ്യൂണിക്കേഷനിലൂടെ ഒരു പുതിയ തുടക്കം കൊണ്ടുവരിക. അതിലൂടെ നിങ്ങളുടെ ബന്ധത്തെ നഷ്ടപ്പെട്ടു പോയ ആ ഒരു അവസ്ഥയിൽ നിന്നും വീണ്ടും പൂർവാധികം ശക്തിയോടുകൂടി ആ ഒരു വളർച്ചയിലേക്ക് കൊണ്ടുവരിക. മനസ്സിനെയൊക്കെ ഏകാഗ്രമാക്കിയിട്ട് ഈ ഒരു ചിന്തകളിൽ, അതായത് അവരിപ്പോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാര്യങ്ങളിലൊക്കെ എഫേർട്ട് എടുത്ത് ആക്ഷൻ എടുക്കാനായിട്ടുള്ള രീതിക്ക് മനസ്സിനെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. മൈൻഡ് ഒക്കെ ഭയങ്കര ഡൗൺ സ്റ്റേജ് ആണെന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ ഒന്ന് മാനേജ് ചെയ്ത് മനസ്സുകൊണ്ട് സ്വന്തം മനസ്സിനെ തന്നെ നിയന്ത്രിച്ച് ഓരോ ആക്ഷൻസ് കാര്യങ്ങളൊക്കെ എടുക്കുക. നിങ്ങളുടെ ലൈഫിലേക്ക് ഇവർ കടന്നു വരുന്ന ഒരു നിമിഷം എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെന്റ് ആയിരിക്കും എന്നുള്ളത് ഇവർ തന്നെ മനസ്സിലാക്കുന്നുണ്ട്. കാരണം അത്രത്തോളം ഇവർക്ക് അറിയാം നിങ്ങൾ ഇവരെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ. അപ്പൊ അത് മനസ്സിലാക്കിയിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇവര് വളരെ അൺഎക്സ്പെക്ടഡ് ആയിട്ട്, നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്തൊക്കെ നിങ്ങളിലേക്ക് എത്തണം എന്നുള്ള ചിന്തകൾ വന്നിരിക്കുന്നത്. ആത്മാർത്ഥമായിട്ടൊരു കണക്ഷൻ ഒക്കെ ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് തോന്നുന്നുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു റീഡിംഗ് ആയിട്ട് വന്നിരിക്കുന്നത്. ഈ റീഡിംഗ് നിങ്ങൾക്ക് എത്ര പേർക്കാണ് റെസനേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് തീർച്ചയായും നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. റെസനേറ്റ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബോണ്ടിങ്ങിനായിട്ട് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ്. തേർഡ് പാർട്ടി റിമൂവലിനായിട്ടും നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാം. റീഡിങ്ങുമായിട്ട് കണക്ട് ചെയ്യുന്ന കുറച്ച് ക്ലൂസ് ഈ ഒരു സമയത്ത് നമുക്ക് നോക്കാം. (44) കാലിക്കറ്റ്, പി എന്നൊരു ലെറ്റർ, ടോറസ്, ഭരണി, പി അഗെയിൻ വന്നിട്ടുണ്ട്, എച്ച് എന്നൊരു ലെറ്റർ, എസ്, ജൂലൈ മന്ത്, 38, ജി എന്നൊരു ലെറ്റർ, ലിബ്ര, 37, ഡി എന്നൊരു ലെറ്റർ, കൊല്ലം, അനിഴം, ഓഗസ്റ്റ്, പി എന്ന ലെറ്റർ വീണ്ടും വന്നിട്ടുണ്ട്, എം എന്നൊരു ലെറ്റർ, വിർഗോ, 1986, തൃശൂർ, കാലിക്കറ്റ് അഗെയിൻ വന്നിട്ടുണ്ട്, വീണ്ടും വന്നിട്ടുണ്ട്, ആർ എന്നൊരു ലെറ്റർ, എൻ എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്, ആർ വീണ്ടും വന്നിട്ടുണ്ട്, അശ്വതി, കാസർഗോഡ്, 1972, ജാനുവരി മന്ത്, ഉത്രം വീണ്ടും വന്നിട്ടുണ്ട്, മൂലം, ഓഗസ്റ്റ് വീണ്ടും വന്നിട്ടുണ്ട്, മലപ്പുറം എന്നൊരു ഡിസ്ട്രിക്റ്റ് ആണ് ലാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. ക്ലോസ് മാത്രമല്ല ഇതിൽ വന്നിരിക്കുന്ന എനർജീസ്, സിറ്റുവേഷൻസ് എല്ലാം വെച്ച് നിങ്ങൾ കണക്ട് ചെയ്ത് നോക്കണം.
അപ്പൊ ഇതാണ് ഇന്നത്തെ ഒരു റീഡിംഗ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പൊ വീണ്ടും നാളെ നല്ലൊരു റീഡിംഗുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.